ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ എന്തായാലും നമ്മളെ ദിവസങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ വന്നമാതിരി നമുക്ക് തിരിച്ചു പോകേണ്ട ദിവസങ്ങളും ആവുന്നുണ്ട്. വന്ന സ്ഥിതിക്ക് നമ്മൾ 2 ദിവസം നിന്നിട്ട് പിന്നെ നമ്മൾ കുടി പേഴ്സ് നിന്നിട്ട് എപ്പോഴും പോലെ തന്നെ. അപ്പോൾ അലാനയുടെ കൂടെ ഒരു അലാന അവരുടെ പേര് ഒരു ചിരിച്ച് മയക്കുന്ന ഒരാളുണ്ട് ഇവിടെ. ചിരിച്ചോക്കെ ഒപ്പം ചിരിച്ചു. അപ്പൊ എന്താ വെച്ചാല് ഞാൻ അലാനയ്ക്ക് ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു സംഭവം വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. വലിയ സാധനങ്ങളൊന്നുമല്ല, എന്നാലും ചെറിയ ഒരു സാധനമാണ് അല്ലേ. വലിയ സാധനം ഇൻഷാ അല്ലാഹ് നമുക്ക് വാങ്ങാം അല്ലേ. ഇനി എത്രയോ വയസ്സ് കിടക്കുന്നുണ്ട്, എന്തൊക്കെയോ കിടക്കുന്നുണ്ട്. ആരെ പിന്നാളുണ്ട് ഞങ്ങളൊക്കെ കുളിച്ച് ചക്കര മാത്രം കുടിച്ചിട്ടില്ല. ചക്കര കുറച്ചിട്ട് കുടിച്ചാൽ മതി. കുട്ടികളുള്ളവരൊക്കെ അങ്ങനെ. അപ്പൊ എന്തായാലും നമുക്ക് ആ സാധനങ്ങൾ എന്തൊക്കെയാന്നൊക്കെ നോക്കാം. അപ്പൊ എല്ലാവരും വരി, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. തോനെയൊന്നുമില്ലട്ടോളൂ ഈ പൊങ്കലിട്ട്. തോനങ്ങൾ സേലത്ത് പോയി. അപ്പൊ വണ്ടിയോട് വരുമ്പോ തോന ഞങ്ങൾ ട്രെയിനിൽ വരുമ്പോഴൊന്നും ഞങ്ങൾക്ക് നടക്കൂല. അപ്പൊ എന്താ ഇപ്പൊ പോരിക ഞങ്ങളുടെ മുന്നേ ഞങ്ങള് കുടുക്കയിൽ വെച്ചിട്ടുണ്ടാക്കി തിന്നിട്ടാ വന്നത്. എന്നാ ഫോട്ടോ എന്നാ പറഞ്ഞു തിരിഞ്ഞ കത്ത് തിരിഞ്ഞ കത്ത് ഫസ്റ്റ് എന്തായാലും കൊടുക്കാല്ലേ. എന്തേലും കൊടുക്കാൻ ഒപ്പം കുടിപ്പിച്ച് പത്തു. ഞങ്ങള് എപ്രാവശ്യം ചെറുതാവുന്ന எந்த ஒரு விஷயம் இருந்தாலும் சரி அது எப்பவும் ചെറിയ ഇപ്രാവശ്യം എല്ലാ വെറൈറ്റി ഇതിലുണ്ട്. എല്ലാം മിക്സിംഗ് നോക്കട്ടെ എന്തൊക്കെ ഞങ്ങളുടെ പേര് നമ്മളവിടെ എങ്ങനെയല്ലേ. തമിഴ്നാട്ടില് എന്തൊരു ഇതുണ്ടെങ്കിൽ ഫസ്റ്റ് സ്വീറ്റ്സ് ഉണ്ടാവും, ദീപാവലിക്കും ഉണ്ടാവും. എല്ലാ പരിപാടിക്കും മധുരം കൊണ്ടാണ്. ഇത് കൂടുതൽ നമ്മളെ മറ്റേ എന്താണ് പാൽപ്പേട അതല്ലേ സാധനം. മിൽക്ക് പേട ജിലേബി അതിന് കൊടുക്കാൻ പറ്റിയതാണോ ചക്കര ചുടുക്കി. എന്താണ് മധുരം കിട്ടിയോ? മധുരം കൊണ്ട് തന്നോ? തോനുണ്ട് നിങ്ങൾക്ക് തോന കിട്ടില്ല എന്ന് പറയുന്നത്. രണ്ടെണ്ണം ഉണ്ട്. അടുത്തതില്ല മോൾക്കുള്ള സാധനം സാധനമാണ്. എന്താ സാധനം നോക്കാണോള്. മൂത്തമ്മാന്റെ സർപ്രൈസ്. മുത്തമ്മാൻ ചെറിയ ഗിഫ്റ്റ്. കുട്ടി വലുതാവട്ടെ. അപ്പം വലുതായി പിങ്ക് കളർ അത് കുറച്ച് അതിന് കുറച്ച് ഇടാൻ പെടാം. വലുതാകുമ്പോ വെച്ച് പാക്കണം. വലുതാകുമ്പോ അതല്ലേ വലിയ വിളിക്കണ്ടേ. ലഡു ഒഴിക്കും. ഇത് പാകണ്ടോന്നും എനിക്കറിയില്ല. ഞാനെന്റെ രൂപത്തിൽ എടുത്തതാണ്.
ഇനിയിപ്പോ ഇത് ഞങ്ങൾക്ക് പാകം ഉണ്ടാവും വിചാരിക്കണം. എടുത്തിട്ട് ചെട്ടി വന്നിട്ടോ ഇതിന്റെ ബാക്കിയുള്ളത് അവിടെ ഇട്ടു. അപ്പൊ ഇതൊന്നും അല്ല അത് ഭാഗമാണ് ഇതാ ഒരു കോട്ടന്റെ ഇതിനിപ്പോ ഇതൊക്കെ വേണം കണ്ടോ. അത് രസമുണ്ട്. ഇതല്ലേ കോട്ടന്റെ കരയില്ല എന്നെ കരയണത് എന്നൊക്കെ കൊണ്ടുവന്നത് നോക്ക്. ഇതേ ഇതിന്റെ ഇത് ഓ എന്തിനാ കരയുന്നത്? ഉടുപ്പ് മേടിച്ചിട്ട് കരയണം. അതാ ആ ഉടുപ്പ് കയ്യിലിട്ട കളറല്ലേ അവിടെ അവർക്ക് പിന്നെ സെലക്ഷനുകൾ അറിയാം. അതുകൊണ്ട് അവിടെ കുഴപ്പമില്ല. കുട്ടികളുടെ ഡ്രസ്സിന് ഭയങ്കര സെലക്ഷൻ റെയിൻബോ அதில் சோஃபி எடுக்கும்போது சோஃபி மட்டும் தான் செலெக்ஷன் எடுப்பா, நமக்கு தெரியாது. ഞാൻ ഒറ്റക്കാ പോയിക്കുന്നത് ഡ്രസ് കൂടി കാണിച്ചു എനിക്കറിയില്ല സെലക്ഷൻ ചെയ്തെടുക്കാൻ. நானே இப்போ தான் பார்க்குறேன், ஊர்லலாம் பார்க்கல, இப்போ பார்க்கலான்னு தான் பார்க்குறேன். റിയാസിനാണെങ്കിലും സനാക്കാണെങ്കിലും ഞാൻ തന്നെ എനിക്കറിയില്ല. വലുതാണ് നല്ലത്. വലുതായി വരുന്നേ. ചെറുത് വന്നാൽ ഇടാൻ പറ്റില്ല. ഇവിടെ കുറേ ചെറിയ ഉടുപ്പുകൾ മാറ്റേണ്ടി വരും. അത് നെറ്റ് വർക്ക് ഉള്ളതല്ലേ? അവസാനിച്ചിട്ടില്ല. എടുത്ത ആൾക്കറിയില്ല അവസാനിച്ചില്ലേ. അതുണ്ട് ഇനിയുണ്ട്. ഇത് അക്ഷയപാത്രത്തിലെ കൊണ്ടുവന്നത് എടുക്കുന്നതോട് കൂടിക്കൊണ്ടിരിക്കണേ. കുറച്ച് മുന്നേ കൊടുത്തരായിരുന്നു ഞാൻ അത് കിട്ടാതെ. ആ ഇത് രസം. കൊള്ളാം കൊള്ളാം അത് കൊള്ളാം. അത് ഞാൻ എന്താ നോക്കി എടുക്കാൻ മറ്റേ ഡ്രസ്സുകളൊക്കെ ഭയങ്കര കുത്തും. ആ ചെറിയ മെറ്റീരിയല് ചെറിയ ഡ്രസ്സ് പൈതലിന്റെ രീതി. ഇത് നല്ല എല്ലാം ചേരും. എല്ലാം വെറൈറ്റി വെറൈറ്റി കളറാണ്. പരസ്യം ഞാൻ ഈ നാട്ടിൽ കൂടെ കൊണ്ടുപോകും കേട്ടോ. ടെക്സ്റ്റൈൽസിൽ പരസ്യമായിട്ട് அதில் போட்டிருப்பாங்களே எல்லா ஊரில், எங்கள் ஊரில் இருக்குன்னு போட்டிருப்போம். മധുര, കോവ, സേലം, തിരുപ്പൂർ, കാരൂർ, ഗോപി, കുളിത്താലി, ഊട്ടി. அவ்வளோதான். குளித்தலை குளித்தலை കുളിത്താലി കേരളത്തിലെ എല്ലാ അടിപൊളി അടിപൊളി. മണവാളിന്റെ പേരിലും മണവാളൻ ആർട്സ് ക്ലബിന്റെ പേരിലും നന്ദി അറിയിച്ചുള്ളൂ. എല്ലാ അടിപൊളിയായിട്ട് സമാധാനായി ചേർക്കാന് പൊളിച്ചില്ലേ കണ്ടല്ലോ. പൊളിച്ചല്ലോ അല്ലേ. അടുത്ത ഞാൻ എണ്ണീട്ടില്ല അതിന്റെ എത്ര ഡ്രസ് അത് കുട്ടികളുടെ ഫുള്ള് തനിയെ ഒറ്റക്കുണ്ടാവും. അപ്പൊ ഇതില് ഏതാണ് ഇതില് 4-5 ഡ്രസ് എടുത്തിട്ട് അവിടുത്തെ ഈ സെഷനിൽ ഇതേ സൈസ് മാത്രം ഉണ്ടാവുന്ന ആ ഒരു തുണിക്കടയില് നമ്മുടെ ബഡ്ജറ്റിന്റെ ഉള്ളിലുമാണ് ഡ്രസ്. നല്ല കുട്ടികളുടെ ബേബി കമ്പനി ബേബീസ് അതേമാതിരി സെക്ഷൻ തന്നെ ഉണ്ടാവും. ഞാൻ ഒറ്റക്ക് പോയി ഞാൻ ഒറ്റക്ക് സെലക്ഷൻ ചെയ്ത് ഞാൻ ഒറ്റക്ക് സൂപ്പർ. സാധാരണമാണെങ്കിലും നിയാസ്ക്കാണെങ്കിൽ ഞാൻ തന്നെ ഞങ്ങളുടെ സൈസ് ഉണ്ടോ വലിയ ആൾക്കാര്? ஏழு ஃப்ளோர். ഒറ്റക്ക് ലേഡീസ് വലിയ ആൾക്കാരുടെ ലെഗിൻസ് വേറെ നമ്മളുടെ സെക്ഷൻ വേറെ ജനിച്ച കുട്ടികളുടെ സെക്ഷൻ വേറെ പ്ലാസ്റ്റിക് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ്. പക്ഷെ സെലക്ഷൻ ഇവിടെ ബഡ്ജറ്റിന് ഒതുങ്ങിയ കളക്ഷൻ ആണ്. നമ്മൾ പെരുന്നാക്കാണെങ്കിലും നമുക്ക് എന്തായാലും സ്ഥലത്തേക്ക് വരി നമുക്ക് കടയിൽ കുറച്ച് പൈസ മൊത്തമായിട്ട് വാങ്ങിക്കൊണ്ട് 2000-3000 ഉണ്ടെങ്കിൽ 8 അല്ല 10-15 ഡ്രസ് നല്ല വില കുറവാണ്. നമ്മൾ ആലയിലൊക്കെ ഈ കടയിൽ ഈ കടയിലാണ് എനിക്ക് ശരിക്കും പറയാൻ പറ്റാതെ ഈ ഡ്രസ് സെലക്ട് ചെയ്യണ പരിപാടി எனக்குலாம் பைத்தியம் பிடிச்சிடும் அந்த கடையில் போகணும். கும்பல் அது ഞാൻ എനിക്കറിയാം. ആദ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമായിരുന്നില്ല. ഏതാണ് കുറെ കല്യാണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഇതൊരു കല്യാണം എന്ത് പിങ്കോ രണ്ടു മൂന്നെണ്ണം ഇപ്പോഴത്തെ സൈസ് അതുമല്ല ഇടാൻ പോവാണ്. അതപ്പോ ഞാൻ അതിന്റെ ഡ്രസ്സിന്റെ റേറ്റ് ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിലേ ഡ്രസ് നല്ല വിലയുണ്ട്. അപ്പൊ നിങ്ങളൊരു കാര്യം ഇതായി സ്ഥലത്തേക്ക് വരുമ്പോ കുറച്ച് പൈസ തോനെ സഞ്ജീവ് കൊണ്ടുവരാം, പൈസ കൊണ്ടുവരാം, എന്നിട്ട് ചാക്കിലെ കെട്ടിക്കൊണ്ടുവരാം. നല്ല സുഖമുള്ള ഇതൊന്നും ഇട്ട് കൊടുക്കുന്ന ഇത് രസമുണ്ട്. ഞാൻ എപ്പോഴും ഡ്രസ് എടുക്കുമ്പോഴേ ഇതിന് കുറെ നല്ല ഫാൻസി ഉണ്ടായിരുന്നു. പക്ഷെ ഈ വയസ്സിലോട്ട് ഇടാനും പറ്റില്ല. പിന്നെ ബർത്ത്ഡേക്ക് ഇറക്കാം നമുക്ക് പറവടം നല്ല ഡ്രസ് എടുക്കാറ് ആ മറ്റേ വലിയ കൊണ്ടുണ്ടാവും ഈ സാധനമൊക്കെ അങ്ങനെ അമ്പർല പറ്റ് ബാർബിയാ
അങ്ങനത്തെ ഡ്രസ് ഇതേമാതിരി ഒരു 1000-900 പക്ഷെ വർക്കുള്ളത് ഫുള്ള് വർക്കുള്ളത് കിട്ടി പോയിച്ചു. പൊങ്കൽ ഗിഫ്റ്റ് കിട്ടിയ തന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചോളൂ. ഇത് റെയിൻബോണ്ടത് കുഴപ്പമില്ല, ചെറുതല്ലല്ലോ വലുതല്ലേ. ഇപ്പോൾ ഇങ്ങോട്ട് വേണ്ടേ വളരെ ഇല്ല. ആരും ഡ്രസ് എടുക്കുകയാണെങ്കിൽ ഒരു 2 വയസ്സ് 3 വയസ്സിന്റെ അധികം 1 വയസ്സ് അധികം കാരണം കുട്ടികള് വേണ്ടേ വളരും. ഈ ഡ്രസ്സുകൾ നമ്മൾ എടുക്കുന്നത് ചിലപ്പോ 2, 3, 4 മാസം കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ അപ്പൊ സെലക്ഷൻ ചെയ്ത് എടുക്കുമ്പോ ഇട്ടുകൊടുക്കാൻ കൊടുക്കുക. അപ്പൊ അത് കുറെ കഴിഞ്ഞ് ഇടാൻ പറ്റൂല. ഇവിടെ എത്രങ്ങാനും ഉടുപ്പ് എല്ലാം ചെറുതായിട്ട് 2000-3000 ഇവിടെ ഓരോ ഉടുപ്പിനെ 2 വരെ ഇടുള്ളൂ. മൂന്നാമത്തെ അവർ കൊണ്ടുവരിക. അപ്പൊ ആ ഡ്രസ് വേറെ ആൾക്കാർ കൊടുക്കുമ്പോ എനിക്ക് സങ്കടം. ഇഷ്ടപ്പെട്ട് എടുക്കണത് പിന്നെ വലുതായിട്ട് കുറച്ച് വലിയ സൈസ് എടുത്താൽ മതി. പ്രശ്നമില്ല. ഇവരും കണ്ടിട്ടില്ല ഡ്രസ്സുകളെ. ഇപ്പൊ കണ്ടില്ലേ? ഇപ്പൊ കണ്ടു. ഇവിടെ കണ്ട് അപ്പൊ തെറ്റിക്ക് പോയിട്ട് എടുത്തൊന്ന്. ഞാൻ ഉച്ചക്ക് 1 മണിക്ക് പോയി ഫ്രീ ബസ്സില്. അതേമാതിരി ഫ്രീ ബസ്സിൽ നമ്മള് ഇവിടെ കിഡ്സാറ്റിൽ ഇരിക്കുന്ന സമയത്ത് വിളിച്ചിട്ട് സൈസ് ഏതാ സൈസ് ഏതാ ഞാനില്ലേ 20 എടുത്തു ലോക്കിന്റെ സൈസ്. ഇതെങ്ങനെ നമുക്ക് അതെല്ലാം ചോദിച്ചാൽ അങ്ങനെ ഫോട്ടോത്തിൽ കാണും വീഡിയോയിൽ കാണുമ്പോ വലിപ്പം അതൊക്കെ ഡ്രസ് എടുത്തിട്ട് ഓർമ്മയുണ്ട്. എപ്പോഴെല്ലാം ഇട്ട് കിടക്കുന്നത് കാണുമ്പോ നല്ല ഇതുണ്ടാവും. പക്ഷെ ഇവിടെ നീളുണ്ട്. അപ്പൊ ഇത് 18 എടുത്ത് 18 1 സെന്റിമീറ്റർ കണക്കാണ്. ഇതൊക്കെ സെന്റിമീറ്ററിന്റെ കണക്കാണ്. പക്ഷെ ഇത് ഭാഗമായിരിക്കും. ഇപ്പൊ കറക്റ്റ് ആയിരിക്കും. ഇത് ഇല്ല കറക്റ്റ് ആവും. ഇതുവരെ ഉണ്ടാവും. അടിപൊളി. നമുക്കൊരു ചായ കുടിക്കാം. ചായയും പഴംപൊരി ചായ ഗിഫ്റ്റ് കൊടുത്തപ്പോ എനിക്ക് പഴംപൊരി ചായ നിങ്ങൾക്ക് നല്ല അടിപൊളി സാധനങ്ങൾ കഴിക്കാൻ തരാം. കൊല്ലം സ്പെഷ്യൽ. കടന്നു വരൂ അപ്പൊ എങ്ങനെയുണ്ട് ഡ്രസ്സൊക്കെ? അടിപൊളി. ഇതുവരെക്കും എല്ലാവരും ഒരുപാട് പേര് കമന്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ കൂടെ നമ്മൾ ഈ കൊല്ലം വരുന്നതിന് 2-3 ആഴ്ച മുന്നേ കമന്റ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു അലാനക്ക് ഡ്രസ്സ് കുറെ അയമ്പ് കൊടുത്തിട്ടുണ്ട്. അലക്കും അയമ്പൊക്കെ കമന്റ് ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് വരുമ്പോഴല്ലേ നമുക്ക് വാങ്ങി കൊടുക്കാൻ പറ്റുള്ളൂ. പറ്റില്ലെങ്കിൽ അപ്പൊ വരുന്ന സമയത്ത് നമുക്ക് ഡ്രസ്സ് പേരോ പേരൊക്കെ വെറൈറ്റി പേരാണ്. ഇഷ്ടപ്പെട്ടോ? ചൂടുണ്ട് ചൂട് കുടിക്കോ? മധുരമുള്ള സാധനം കൊടുത്തോ? മധുരത്തുണ്ട് വിത്തോട്ട് കൊണ്ടുപോകും. എനിക്ക് കട്ടൻ ചായ ഇഷ്ടമില്ല. ചൂടുണ്ട് ചൂട്. ഓക്കെ. അപ്പൊ നമ്മള് നമ്മുടെ പൊങ്കൽ ഗിഫ്റ്റ് ആയിട്ടുള്ള സ്വീറ്റ് ടപ്പിങ് കൊടുത്തിട്ടുണ്ട് അല്ലേ? തമിഴ്നാട്ടിൽ എങ്ങനെയാണെന്ന് ജനിച്ചാലും ശരി മരിച്ചാലും ശരി മധുരം അവിടുത്തെ നല്ലതായാലും ശരി കട്ടതായാലും ശരി ഫസ്റ്റ് അവിടെ അല്ലേ ഒരു സദ്യയൊക്കെ ഇരുന്നാല് ഫസ്റ്റ് കുറച്ച് ഉപ്പും മധുരല്ലേ? നമ്മളവിടെ ഒരു സദ്യ ഇരുന്ന ഫസ്റ്റ് എന്താ വെക്കുക? ഉപ്പ് മധുരം. ഈ 2 സാധനം പോകുമ്പോൾ കല്യാണത്തിന് പോയാലില്ലേ ഫസ്റ്റ് മൈസൂർ പാക്ക് ജിലേബി ഓർമ്മ ഉണ്ട്. ഞങ്ങളുടെ കല്യാണത്തിന് എന്താ ബൂന്തി കവറിൽ നമ്മൾ ബൂന്തി കൊടുക്കുക. രാത്രിയൊക്കെ എണ്ണയിലിട്ട് കിട്ടുക ഓർമ്മല്ലേ? അതേമാതിരി ഓരോരോ നാട്ടില് ഓരോരോ സ്പെഷ്യല്. തമിഴ്നാട്ടില് സ്വീറ്റാണ് സ്പെഷ്യൽ എല്ലാത്തിനും. ഓരോരോ നാട്ടില് എന്താണ് സ്പെഷ്യൽ വെച്ചാൽ എല്ലാവരും കമന്റ് ചെയ്യുക. അടുത്താണ് പഴംപൊരിയോണ്ട് വരുന്നത്. ഉമ്മ എടുത്തോട്ടോ. ഉമ്മാക്ക് എന്താ പല്ലുവേനായിട്ട് കുടുങ്ങി? ഞാൻ മറ്റേ സാധനം ഉണ്ടോ? അത് ഞാൻ തിരഞ്ഞു നേരത്തെ. യൂക്കാലി തൈലല്ലേ? യൂക്കാലി തൈല വെച്ച ഉടനെ വലി കുറഞ്ഞിരും ഉണ്ടോ? അല്ലെങ്കിൽ യൂക്കാലിയും തൈലുണ്ടോ? പഞ്ഞിൽ തൊട്ട് അതേ അതുണ്ടോ? എന്നാ അത് തേച്ച് നോക്കി. അത് പറ്റില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോവാം. പറ്റില്ല ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. അപ്പോ നാളെ നെക്സ്റ്റ് വീഡിയോ കണ്ടതായിരിക്കും.
ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്തോളെ. സബ്സ്ക്രൈബ് ചെയ്യ്. സബ്സ്ക്രൈബ് മാത്രം. സാധനല്ലേ സ്വാഗതത്തിന് സ്വാഗതം. 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 ആ, ആ. സ്വാഗതം. അപ്പൊ നാളെ ജസ്റ്റ് ഇന്നലെ വീഡിയോ എല്ലാവർക്കും ബൈ ബൈ. അടിച്ച് കട്ടൻ ചായയും പഴംപൊരി. ഇല്ല ബായ് തന്നെ ഡും മാത്രം പറയാൻ വരും. அது வரைக்கும் எங்க இருப்பாங்கன்னே தெரியாது. ഡും